കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ സിറ്റിംഗ് MLA-മാർക്ക് പുറമെയുള്ള പേരുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. നാദാപുരത്ത് KM അഭിജിത്ത്, കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ, എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകളാണ് നമുക്ക് മുൻപിലേക്ക് എത്തുന്നത്. കോഴിക്കോട് നോർത്തിൽ K ജയന്ത്, പൊന്നാനിയിൽ K നൌഷാദ് അലി, തൃത്താലയിൽ VT ബൽറാം, മണലൂരിൽ TN പ്രതാപൻ, തൃശൂരിൽ TV ചന്ദ്രമോഹൻ, കുന്നത്തുനാട് VP സജീന്ദ്രൻ മത്സരിക്കുന്നു. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല, കൊട്ടാരക്കാർ ഐഷ പോറ്റി മത്സരിക്കുകയാണ് കോൺഗ്രസിന് വേണ്ടി. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ. വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുകയാണ്. വിഷ്ണു, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ നമുക്ക് മുൻപിലേക്ക് വരികയാണ്. ആരൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ? സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് നടത്തിയ ആദ്യഘട്ട ചർച്ചയിലാണ് ഇപ്പോൾ പേരുകൾ പുറത്തു വന്നിട്ടുള്ളത്. 31 പേരുടെ പട്ടിക അല്ലെങ്കിൽ 31 പേരുകൾ അടങ്ങിയ പട്ടികയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിൽ 12 പേരിലായിരുന്നു അല്ലെങ്കിൽ 12 മണ്ഡലങ്ങളിലായിരുന്നു ഇപ്പോൾ പുതുതായി തീരുമാനം വരാനുണ്ടായിരുന്നത്. നേരത്തെ സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞതിന് പുറമെ നാദാപുരത്ത് KM അഭിജിത്ത്, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി KM അഭിജിത്ത്, കൊയിലാണ്ടിയിൽ K പ്രവീൺകുമാർ, എലത്തൂർ വിദ്യാ ബാലകൃഷ്ണൻ, കോഴിക്കോട് നോർത്ത് K ജയന്ത്, പൊന്നാനി K നൌഷാദ് അലി, തൃത്താല VT ബൽറാം, മണലൂരിൽ TN പ്രതാപൻ, തൃശൂരിൽ TV ചന്ദ്രമോഹൻ, കുന്നത്തുനാട് VP സജീന്ദ്രൻ, പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, വട്ടിയൂർക്കാവിൽ K മുരളീധരൻ എന്നിവർ മത്സര രംഗത്തെത്തുന്നു. ഇതിൽ ഇപ്പോൾ വന്ന പേരുകളിൽ K മുരളീധരന്റെ പേര് വട്ടിയൂർക്കാവിലേക്ക് എത്തുമ്പോൾ അതിൽ മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഒരു സിറ്റിംഗ് MP വീണ്ടും മത്സരരംഗത്തേക്ക് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് കൂടാതെ നിലവിലുള്ള സിറ്റിംഗ് സീറ്റുകളിൽ എവിടെയും മാറ്റം വരുത്തിയിട്ടില്ല. പ്രത്യേകിച്ച് വേറെ വിവാദങ്ങൾ നിലനിന്നിരുന്ന സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ മത്സരിക്കാമെന്നാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഇതിലാകെ ഒരു അന്തിമ തീരുമാനം ഇനി അറിയേണ്ടത് പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലാണ്. ഇത് അടുത്ത, അതായത് മറ്റന്നാൾ നടക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് പിന്നാലെ ഇതിലും ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ നമുക്ക് മുൻപിലേക്ക് എത്തുന്ന K മുരളീധരൻ മുൻ MP ആണ്. അദ്ദേഹത്തിന്റെ പേര് വട്ടിയൂർക്കാവിലേക്ക് ഉണ്ടാകുന്നു. K മുരളീധരന്റെ പേര് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് വിഷ്ണു പങ്കുവയ്ക്കുന്നത്. വിഷ്ണു, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ, ഒപ്പം തന്നെ കൊയിലാണ്ടിയിൽ മത്സരിക്കുന്ന DCC അധ്യക്ഷൻ തന്നെ മത്സരിക്കാൻ കൊയിലാണ്ടി മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. ഒപ്പം തൃശൂരിൽ മണലൂരിൽ നോക്കൂ TN പ്രതാപൻ, തൃത്താലയിൽ VT ബൽറാം. ഈ പേരുകളിലേക്ക് എത്തുമ്പോൾ VP സജീന്ദ്രൻ മത്സരിക്കുന്നു. എങ്ങനെയാണ് വിജയസാധ്യത തന്നെ മുൻനിർത്തിയാണോ ഈ പേരുകളിലേക്ക് കോൺഗ്രസ് എത്തിയത്? എന്തൊക്കെ മാനദണ്ഡങ്ങളാണ്? പ്രധാനമായും അധികം തർക്കങ്ങളില്ലാത്ത അല്ലെങ്കിൽ ഒറ്റ പേരുകളിലേക്ക് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗങ്ങൾക്ക് ശേഷം എത്തിച്ചേർന്നിട്ടുള്ള മണ്ഡലങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ചില മണ്ഡലങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനിയും ബാക്കിയാവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ തവണ 90 സീറ്റുകളിൽ മത്സരിച്ചിട്ടുള്ള കോൺഗ്രസിന് ഇനിയും സീറ്റുകൾ ഏറെയുണ്ട് പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ തീരുമാനത്തിലെത്താൻ. ആദ്യഘട്ടത്തിൽ സിറ്റിംഗ് MLA-മാർക്ക് പുറമെ 12 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് സിറ്റിംഗ് MLA-മാരുടെ കണക്കുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 19 കോൺഗ്രസ് കൈവശമുള്ള 19 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂർ, അതോടൊപ്പം തന്നെ പാലക്കാട്, തൃപ്പൂണിത്തുറ എന്നീ മണ്ഡലങ്ങളിലുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ അതിനൊരു തീരുമാനം കൂടി എത്തിയാൽ മുഴുവൻ സിറ്റിംഗ് സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു സമവായത്തിലെത്താൻ സാധിക്കും. അതോടൊപ്പം തന്നെ തർക്കങ്ങൾ നിലനിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഒപ്പം തന്നെ ജാതി മത സമവാക്യങ്ങൾ എല്ലാം പാലിക്കേണ്ടുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ MP-മാരുടെ കാര്യത്തിലെല്ലാം യാതൊരു തരത്തിലുമുള്ള ചർച്ച നടന്നിട്ടില്ല എന്നും MP-മാർ ചിത്രത്തിലേ ഇല്ല എന്നും മൻസൂർ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും സമ്മർദ്ദങ്ങൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ട ചർച്ചയ്ക്ക് ശേഷം കൂടി വരാനുള്ള സാധ്യതകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും പുതിയ സീറ്റുകളുടെ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ പേരുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ പുറത്തു വരും. തീർച്ചയായും ഇത് നമ്മൾ പേരുകൾ തന്നെ പരിശോധിക്കുമ്പോൾ KM അഭിജിത്ത്, യുവാക്കളുടെ പ്രാതിനിധ്യം നമുക്ക് കൃത്യമായി തന്നെ പുതിയ 12 മണ്ഡലങ്ങളിലേക്കാണ് ഇപ്പോൾ പുതിയ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യഘട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ ആ 12-ൽ സ്ത്രീകളുടെ പ്രാതിനിധ്യമുണ്ട്. എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ മത്സരിക്കുന്നു, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി മത്സരിക്കുന്നു. ഒപ്പം തന്നെ അതിൽ അനുഭവത്തിന്റെ പരിജ്ഞാനമുള്ള, മുൻപ് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളുകൾ വീണ്ടും മത്സര രംഗത്തേക്ക് എത്തുന്നു എന്നുള്ള കാര്യവും നമുക്ക് ഈ ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ വീണ്ടും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എന്ന് പറയും നമ്മൾ നേരത്തെ സ്ക്രീനിൽ കണ്ട പോലെ ഇരിക്കൂറിൽ സജീവ് ജോസഫ് തന്നെ, പേരാവൂരിൽ സണ്ണി ജോസഫ്,
കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് തന്നെ, സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ, നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്, വണ്ടൂരിൽ AP അനിൽകുമാർ, ചാലക്കുടിയിൽ TJ സനീഷ് കുമാർ, അങ്കമാലിയിൽ റോജി M ജോൺ തന്നെ, ആലുവയിൽ അൻവർ സാദത്ത്, പറവൂരിൽ VD സതീശൻ, എറണാകുളത്ത് TJ വിനോദ്, തൃക്കാക്കരയിൽ ഉമാ തോമസ്, മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല, കരുനാഗപ്പള്ളിയിൽ CR മഹേഷ്, കുണ്ടറയിൽ PC വിഷ്ണുനാഥ്, കോവളത്ത് M വിൻസൻ. ഇനി 3 മണ്ഡലങ്ങളാണ് കോൺഗ്രസിൽ നിലവിൽ സിറ്റിംഗ് MLA മാർ മത്സരിക്കാത്തതായുള്ളത്. അത് പാലക്കാട്, തൃപ്പൂണിത്തുറ, ഒപ്പം തന്നെ പെരുമ്പാവൂരിലുമാണ് നിലവിലൊരു തീരുമാനമാകാത്തത്. പാലക്കാട് രാഹുൽ മങ്കൂട്ടത്തിലാണ്. സ്വാഭാവികമായിട്ടും രാഹുൽ വീണ്ടും മത്സരിക്കാനുള്ള ഒരു സാധ്യതയും അവിടെ ഇല്ല. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. ഒപ്പം തൃപ്പൂണിത്തുറയിൽ K ബാബു മുന്നോട്ട് വെച്ചിട്ടുള്ള പേരുണ്ട്, ഡെപ്യൂട്ടി മേയറുടെ പേര് ദീപക് മത്സരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒപ്പം പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യവും അടുത്ത യോഗത്തിനായി വിട്ടു നൽകിയിരിക്കുകയാണ്. അടുത്ത യോഗത്തിലായിരിക്കും എൽദോസ് വീണ്ടും മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്യുക. എന്തായാലും കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് നമുക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. 31 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 12 പുതുമുഖങ്ങളെ അല്ലെങ്കിൽ പുതിയ സ്ഥാനാർത്ഥികളെ കൂടി 12 മണ്ഡലങ്ങളിലേക്ക് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുറച്ചുകൂടി വ്യക്തമാകുന്നു, ടൈറ്റ് ആകുന്നു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ചിത്രം എന്നുള്ളതാണ്.